ഗെയ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുമ്പം ഞാൻ ഇന്നൊരു അമരപ്പയർ തോരൻ വയ്ക്കുന്ന റെസിപ്പിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും നമ്മൾ വയ്ക്കുന്നത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ എൻ്റേതായ രീതിക്ക് ഞാൻ വയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തതാണ്. അപ്പം അതിനു വേണ്ടി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കടുക് ഇട്ടിട്ടില്ല, ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നിന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷമേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ അമരപ്പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് അത് 1 മിനിറ്റോളം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ തന്നെ നമ്മളിട്ടത് ഒന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം ഈ സവാള ഇതിൻ്റെ കൂടെ കിടന്ന് വാടി വന്നതിന് ശേഷം മാത്രമേ അമരപ്പയർ ഇട്ട് കൊടുക്കാവൂ. അത് മുമ്പ് ഇട്ട് കൊടുത്താൽ കയ്പ്പ് കൂടെ ഇറങ്ങും. അമരപ്പയറിനൊരു പ്രത്യേകതയുണ്ട്, കയ്പ്പ് കൂടെ ഇറങ്ങും. അതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് വെക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഇത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പം ഇതിൽ ഞാൻ അരപ്പിൽ തേങ്ങയുടെ കൂടെ ഉപ്പും 3 പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും ജീരകവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള ഉഴുന്നിൻ്റെ കൂടെ സവാള വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള അമരപ്പയർ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അത് ഒരു 2 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ തന്നെ കിടന്ന് വേവണം. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രമേ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കാവൂ. കറിവേപ്പിലയൊക്കെ പെട്ടെന്ന് വാടി വരുന്ന സംഭവമാണല്ലോ. ഓരോ പാചകത്തിനും ഓരോ രീതികളുണ്ട്. പലരും പല രീതിക്ക് വയ്ക്കും. ഞാൻ എൻ്റേതായ രീതിക്ക് വെച്ച റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ദാ അമരപ്പയർ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. വെള്ളം വീത്തി കൊടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ, കയ്പ്പിറങ്ങുന്നു. അതുകൊണ്ട് വെള്ളം ഞാൻ ഒരു ശകലം പോലും വീത്തിയിട്ടില്ല. അതിന് പകരം ഞാൻ അരപ്പിൽ വെള്ളം ഞാൻ വീത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പിലുള്ള അരപ്പ് നമുക്ക് വീത്തി കൊടുക്കാം. അപ്പോൾ അരപ്പ് വീത്തിയതിന് ശേഷം അതൊരു ഫ്ലെയിം കൂട്ടി വയ്ക്കണം. ഒരു 2-3 മിനിറ്റോളം നല്ലതുപോലെ കിടന്നൊന്ന് വെന്ത് വന്നതിന് ശേഷമേ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളെ വിലയേറിയ കമൻറ്റും സബ്സ്ക്രൈബും ആവശ്യമാണ്. പിന്നെ അപ്പോൾ ദാ ഇവിടെ അമരപ്പയർ തോരൻ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അരപ്പ് വീത്തിയതിന് ശേഷം ഞാൻ ഒരു 2 മിനിറ്റോളം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തീ കുറച്ച് വെച്ചതായിരുന്നു. അപ്പം നല്ലതുപോലെ ഇവിടെ വെന്ത് വന്ന് അതിൻ്റെ പ്രത്യേക ഒരു മണമാണ്, കയ്പോ ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാലും. ഞാൻ കടുക് വറുത്ത് ഉഴുന്നിടാതെയും ഞാൻ വയ്ക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ വരെയും അസ്സലാമു അലൈക്കും.